സിമിലർ ലുക്കിൽ വന്നിട്ടുള്ള രണ്ട് ഡിസൈൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ അകത്ത് എംബ്രോയിഡറി ഈ ഒരു ലുക്ക് വരുന്നുണ്ട്, പിന്നെ ഒന്നിൻ്റെ അകത്ത് നമുക്കൊരു കട്ട് വർക്ക് സ്റ്റൈലും കൂടെ വന്നിട്ടുള്ള രീതിയാണ്. തെച്ചി എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക് ബേസിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ അതിനകത്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് തെച്ചി എല്ലാം ബേസ് കളറിനോട് സിമിലർ ആയിട്ടുള്ള ആ ഒരു ടോണിൽ തന്നെയാണ് നിൽക്കുന്നത്. മെക്കനൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തേക്കുന്ന തെപ്ചി ലുക്കാണ് കേട്ടോ ഫാബ്രിക്. അപ്പോൾ ആ ഒരു ചെക്ക് ഓർഗൻസയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് രണ്ടിൻ്റെ അകത്തും നമുക്ക് ഇതേപോലെ തന്നെ അപ്പോൾ ഫസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കളർ വേരിയൻറ്റും കൂടെ ഉണ്ട്. നമുക്ക് അതും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് സെക്കൻഡ് ലുക്കിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ അകത്ത് ഈ രണ്ടും പിങ്കിൻ്റെ ഷെയ്ഡ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സെറ്റൂൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും ഈ ഒരു ചെക്ക് ഓർഗൻസ് ഇതിൽ തന്നെയാണ് വരുന്നത്. വൺ സൈഡിൽ നമുക്ക് എംബ്രോയിഡറി ഡീറ്റെയിൽ വന്നിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിങ് വരുന്നുണ്ട്. അതർ സൈഡ് ഇറ്റ്സ് എ സിമ്പിൾ എഡ്ജ് ഫിനിഷിങ് മാത്രം, ഒരു മൈക്രോ ഓവർലോക്ക് പോലത്തെ ഉള്ള ഒരു ഫിനിഷിങ്ങാണ് കൊടുത്തേക്കുന്നത്. രണ്ടിൻ്റെയും പാറ്റേൺ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ദുപ്പട്ടയിൽ ഇപ്പോൾ ഇത് നോക്കി, ഇതിൻ്റെ അകത്ത് ടോപ്പിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ഫ്ലോറൽ ലുക്കിൻ്റെ കൂടെയാണ് ഈ ഒരു ലുക്ക് പെയർ ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ ഫ്രണ്ട് ലുക്ക്. ആൻഡ് ലോവർ ഹെമ്മിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന അതേ ഒരു ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്കാറ്റേർഡ് ഫ്ലോറൽസ്. ബാക്ക് പാനലിൽ തെപ്ചി എംബ്രോയിഡറി മാത്രമാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ സെറ്റൂൺ ബോട്ടം വരുന്നത്. ഇതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. അപ്പം ഫസ്റ്റ് ലുക്കിൻ്റെ അത് കുറച്ചും കൂടി ഒരു ലൈറ്റ് പിങ്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് PFS 357 1999 റേഞ്ചിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ലുക്ക് കോമ്പിനേഷൻ. നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റിനകത്ത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാലറ്റ് തന്നെയാണ്, പക്ഷെ അതിനകത്ത് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു വേരിയേഷനേ വന്നിട്ടുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ പക്ഷെ ബോട്ടം മെറൂൺ ഷെയ്ഡിലാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. PFS 290 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. വളരെ സിമിലർ ആയിട്ടുള്ള ലുക്കാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എംബ്രോയിഡറി കട്ട് വർക്ക് പാറ്റേണും കൂടെ എൻ്റെ ലോവർ ഹെമ്മിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദി ടോപ്പ്. ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ലുക്കിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. രസമുള്ളൊരു ഈ ഒരു കട്ട് വർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലുക്കാട്ടോ. അപ്പോൾ ഇത് 1999 റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്നത്. PFS 290 എന്നുള്ള കോഡിൻ്റെ അകത്ത്. നെക്സ്റ്റ് ലുക്കിൻ്റെ അകത്ത് ആക്ച്വലി ഈ ഒരു പിങ്ക് ഷെയ്ഡാണല്ലോ, അത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഫ്ലോറസൻ ടോണിലോട്ട് പോയിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് പെയർ ചെയ്തിരിക്കുന്നത്. സെയിം എംബ്രോയിഡറി തന്നെയാണ് തെപ്ചി ഡിസൈൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഫുൾ എംബ്രോയിഡറി, ഓൾ എവറിത്തിങ് സെയിം. ഇത് ബോട്ടം ഇതാണ്. മുന്നത്തെ അകത്ത് മെറൂൺ ആയിരുന്നു. 1999 റേഞ്ചിൽ വന്നിരിക്കുന്ന തെപ്ചി സെറ്റ്സ് ആണ് ഇന്നത്തെ ഒരു കളക്ഷൻ. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. PFS 290 ആൻഡ് 357 എന്ന് പറയുന്ന രണ്ട് കോഡ്സിൻ്റെ അകത്ത് മെഷീൻ എംബ്രോയിഡേർഡ് ലുക്കിൽ വന്നിട്ടുള്ള കളക്ഷൻ. ചന്തേരിയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചർ സൽവാർ സെറ്റ്, അതും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് നെക്ക് പോർഷനിൽ കൊണ്ടുവന്നേക്കുന്നത്. അതിൽ മെഷീൻ എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറിയും കൂടെ മിക്സ് ചെയ്ത ആ ഒരു കോമ്പിനേഷനാണ് ഫ്രണ്ട് പാനലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഫ്രണ്ട് വ്യൂനെക്ക് ആൻഡ് സ്ലിറ്റഡ് വി ആണ് ഫ്രണ്ട് പാനലിൽ വന്നേക്കുന്നത്. ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിനെ കവറപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു സെയിം സെൽഫ് ത്രെഡിൽ തന്നെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഗോൾഡിൻ്റെ സീക്വൻസും കൂടെ വെച്ചിട്ടാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു നെക്ക് പോർഷനാണ് ഫ്രണ്ട് പാനലിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ദുപ്പട്ടയും വന്നേക്കുന്നത്. ഈ ഒരു സ്കേർട്ടഡ് ലുക്കാണ്, ഈ ഒരു ഫ്ലോറിൻ്റെ ഒരു സ്കേർട്ടഡ് ലുക്ക് തന്നെയാണ് ദുപ്പട്ടയിലും കൊണ്ടുവന്നേക്കുന്നത്. ദുപ്പട്ടയുടെ 4 സൈഡിലായിട്ട് 2 സൈഡിലായിട്ട് സ്കാലപ്പ് അതിന് ഹൈലൈറ്റ് ചെയ്ത് സീക്വൻസും അതുപോലെ മെഷീൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഉള്ളിലായിട്ട് ഒരു ഫ്ലോറിൻ്റെ ഡബിൾ ഷെയ്ഡ് ഫ്ലോറിൻ്റെ ഡീറ്റെയിലിംഗ്, പീച്ച് ആൻഡ് ഒരു സാൻഡിൽ കളറിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഫ്ലോറൽ കൊണ്ടുവന്നേക്കുന്നത്. സെറ്റൂൺ ബോട്ടം. SW1719 എന്ന കോഡിലാണ് ഈ ഒരു സൽവാർ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 2099 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാട്ടോ. ആ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. കളർ വേരിയേഷൻസ് ഇതാട്ടോ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ആ ഒരു സെൽഫ് കളറിൽ തന്നെയാണ് ഇതും ആ ഒരു ഡീറ്റെയിലിംഗ് കവറപ്പ് ചെയ്തേക്കുന്നത്. ആ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് സിൽക്കി ത്രെഡ് വെച്ചിട്ടാണ് ആ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പെയർ ചെയ്ത് വന്നേക്കുന്ന സെറ്റൂൺ ബോട്ടം.
പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൽവാർ സെറ്റ്സ് ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നേവി ബ്ലൂലാട്ടോ. ജസ്റ്റ് കളർ കാണിച്ചു പോകുന്നു. സെയിം അതിനകത്ത് വരുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം ആട്ടോ. ചന്തേരിയിലാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് സെറ്റൂണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ പർപ്പിൾ ഷെയ്ഡാട്ടോ. ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കളേഴ്സ് എല്ലാം ഇഷ്ടപ്പെടും. കൺഫ്യൂസ്ഡ് ആവും കേട്ടോ ഈ ഒരു കളേഴ്സ് എല്ലാം കാണുമ്പോൾ. അത്ര രസമുള്ള കളേഴ്സിലാണ് എല്ലാം വന്നേക്കുന്നത്. 2099 ആണ് പ്രൈസ് റേഞ്ച്. സെറ്റൂൺ ബോട്ടം. ബോട്ടം വന്നേക്കുന്നത് കുറച്ചൊരു ഡാർക്ക് ടോണിലാട്ടോ ഇതിൽ വന്നേക്കുന്നത്. ലാസ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡായിട്ടുള്ള ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ എന്ത് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വന്നാലും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇതാണ് ബ്ലാക്കിൽ വരുന്ന ലുക്ക്. SW1719 എന്ന കൂടുതലാണ് ഈ എല്ലാ സൽവാർ സെറ്റും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 2099 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ശരിയാട്ടോ. ഡിഫറെൻറ്റ് പാറ്റേൺസിൻ്റെ അകത്ത് വന്നിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷൻ ആട്ടോ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കോട്ടൺസ് ആണെന്ന് തോന്നു പോലുമില്ല. എല്ലാം ഒരു നല്ല ഭയങ്കര ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു സർഫസ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തെടുത്തേക്കുന്ന നല്ല രസമുള്ള ലുക്സ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു പാറ്റേൺ ആണ് അതിനകത്ത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻസിലൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു പാറ്റേൺ ഫീൽ വരുന്നുണ്ട്. ആൻഡ് മൾട്ടി കളേർഡായിട്ട് വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിൽ അതൊരു ഇറഗുലർ പ്ലേസ്മെൻറ്റിൽ കൊടുത്തേക്കുവാണ് കേട്ടോ. ആൻഡ് ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇത് സ്ക്രീൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് കോട്ടൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സോളിഡ് കോട്ടൺ ബോട്ടമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടി നമുക്കൊന്ന് നോക്കാം. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1399. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് ലുക്കിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഷിഫോൺ ദുപ്പട്ട 1399 റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്ന സെറ്റാണ്. ആൻഡ് അതൊരു സിഗ്സാക്ട് പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റാർച്ച് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ് അവിടെ നമുക്കൊരു ഗ്ലോസി ഫിനിഷിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേവി സോളിഡ് കോട്ടൺ ബോട്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇത് SW1694 ആണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. അസിമെട്രിക്കലായിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേണും കൂടെ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക് വരിക. അപ്പോൾ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഫീലിലാണ് ഈ സെക്കൻഡ് ലുക്കും കൂടി നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ദുപ്പട്ടയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ദി ടോപ്പ് ആൻഡ് താഴോട്ടും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എംബ്രോയിഡറി വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. അപ്പോൾ ബ്ലാക്ക് കൂടുതലായിട്ട് നിന്ന ദുപ്പട്ടയാണ് മുന്നേ നമ്മൾ കണ്ടത്. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതൊക്കെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഐ എം ഇൻ ലവ് വിത്ത് ദിസ് ദുപ്പട്ട ബേസിക്കലി മോർ ദാൻ ദ ടോപ്പ്. എനിക്ക് ദുപ്പട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സമ്മറി ഫീൽ വരുന്ന ദുപ്പട്ട. പക്ഷേ ഇറ്റ്സ് എ അൺയൂഷ്വൽ കോമ്പിനേഷൻ ആസ് വെൽ. ഇതും 1399 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ സിഗ്സാഗിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് കണ്ടത്. ആൻഡ് പാറ്റേൺ വന്നിട്ട് കുഞ്ഞ് മൈക്രോ പ്രിൻറ്റഡ് ഡീറ്റെയിലിംഗ് പോലെ കുഞ്ഞ് ഫ്ലോറൽസാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. 1695 ആണ് ഇതിൻ്റെ കോഡ് വരുന്നത്. എല്ലാ ലിങ്ക്സും നമ്മൾ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇതും ഒരു ടെക്സ്ചേർഡ് പാറ്റേൺ പോലത്തെ ഉള്ള ഒരു ഫീല് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പർ പോർഷനിൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരു എംബ്രോയിഡറി. ഇതും നേവിയിൽ തന്നെ വന്നിരിക്കുന്ന നല്ല ഡാർക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു മിഡ് നൈറ്റ് ബ്ലൂ. നേവിയെക്കാട്ടിലും ഒരു മിഡ് നൈറ്റ് ബ്ലൂ പോലത്തെ ഉള്ള ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ബോട്ടം തന്നെയാണ് സോളിഡായിട്ട് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ആൻഡ് പിന്നെ വരുന്നത് ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ദിസ് ഇസ് ഓൾസോ നൈസ്. ഇതിനകത്ത് ഇത് നമുക്ക് ഇതും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. ഇതൊക്കെ നമുക്ക് നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽസ് ആണ്. നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം അത് വരത്തില്ല. 1697 എന്ന കോഡിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ലുക്ക്. ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് കേട്ടോ. എല്ലാ ദുപ്പട്ടാസും ആ വാട്ടർ കളർ പോലത്തെ ഉള്ള ആൽക്കഹോളിക് പെയിൻറ്റിങ് പോലെയുള്ളൊക്കെ ഒരു ലുക്കാണ്. ആൻഡ് ബോർഡർ വന്നിട്ട് ടോപ്പിൻ്റെ ഡിസൈനും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലുക്ക്
ക്ലാസിക് എന്ന് പറയാൻ പറ്റില്ല, സോറി. ഇതൊരു അൺയൂഷ്വൽ ലുക്കാണെങ്കിലും നമുക്കൊരു സ്മാർട്ടായിട്ടുള്ളൊരു ഫീൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വി ഹാവ് 1669 ആൻഡ് ഡയഗണൽ ലുക്കിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റഡ് ഡീറ്റെയിലിംഗ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വരുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു കുറച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു നെക്ക് ലൈൻ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് റിയലി നൈസ്ലി. ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത്, ഡയഗണൽ പ്രിൻറ്റ്. ഇത് എനിക്ക് ഇത് ഡിജിറ്റൽ പ്രിൻറ്റിൽ ചെയ്തേക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ് മീ ചെക്ക്. അതെ, ഡിജിറ്റൽ പ്രിൻറ്റിൽ ചെയ്തേക്കുന്ന കോട്ടൺ സെറ്റ്സ് ആണ് കേട്ടോ. അതും കൂടി കൊണ്ടായിരിക്കും ആ ഒരു ഗ്ലോസി ഫീലിൻ്റെ അകത്ത് വന്നേക്കാം. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. മുന്നേ എനിക്ക് അതിൻ്റെ ആ ദുപ്പട്ടയുടെ ഫിനിഷിങ് കണ്ടപ്പോഴത്തേക്ക് സ്ക്രീനാണെന്ന് തോന്നി, പക്ഷേ എനിക്ക് ഇപ്പം ഐ തിങ്ക് ഇറ്റ് ഈസ് ഡിജിറ്റൽ പ്രിൻറ്റ്. ഡിജിറ്റൽ പ്രിൻറ്റഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കളർ ബ്ലീഡിങ് ഇഷ്യൂസ് ഒന്നും നമ്മൾ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. സോ ഇറ്റ്സ് a good option. And then we have another pattern look. In pattern എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് കണ്ടിന്യൂസ്ലി ആ ഒരു റിപ്പീറ്റ് പാറ്റേൺ വന്നിട്ട് ഒരു ടെക്സ്ചർ ഫീൽ അവിടെ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് പെയർഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഡെഫിനറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ഇന്നത്തെ വന്നിരിക്കുന്നത്. ആൻഡ് SWൻ്റെ ഡിഫറെൻറ്റ് കോഡ്സിനകത്തായിട്ട് SW 1694 to 700 and it's priced at 1399. This is ready to dispatch.